യെസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെയാണ്. നമ്മുടെ ചുറ്റും കാണുന്ന ഈ ഒരു സ്ഥലമാണ് സെൻറ്റ് ഏഞ്ചലോസ് ഫോർട്ട് അല്ലെങ്കിൽ കണ്ണൂർ കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. സോ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഈ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത് പോർച്ചുഗീസുകാരാണ് കേട്ടോ. 1505 ഈ ഒരു കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു കോട്ട തുടങ്ങുന്ന ഭാഗമാണിത്. നമുക്ക് കോട്ടയുടെ പുറം ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ പ്രവേശന കവാടത്തിലോട്ടാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കോട്ടയ്ക്ക് പുറമേ കാണുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇതിന് മുൻപിലായിട്ട് ഒരു പ്രവേശന കവാടമുണ്ട്. അതിലൂടെ നമുക്ക് ഉള്ളിലോട്ട് പോവാം. വെൽക്കം പറഞ്ഞു. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ കണ്ണൂർ കോട്ട അല്ലെങ്കിൽ സെൻറ്റ് ഏഞ്ചലോസ് ഫോർട്ടിലാണുള്ളത്. ഏഞ്ചലോസ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ബാക്കി വിശേഷങ്ങളൊക്കെ വഴി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറയാം കേട്ടോ. അവിടെ പോയിട്ട് വരാം. ഇതെന്താ പീരങ്കിയ ആണോ? പണ്ടത്തെ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒരു അടിപൊളി ഒരു വ്യൂ കാണിച്ചു തരാം. നമ്മളിപ്പോൾ വന്ന് അടിപൊളി ഇവിടെ ഒരു സൂപ്പർ ഈ കോട്ടയുടെ ഉള്ളിൽ നമ്മളൊരു അടിപൊളി ലൊക്കേഷനാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, കടലിലാടാൻ വെച്ചു. അവിടെ കടൽ, അങ്ങോട്ട് പോ. ഓക്കെ, അടിപൊളി ഒരു സ്പേസ്. ഇച്ചുവാ. കണ്ണൂർ ജില്ലയിലെ അവശേഷിക്കുന്ന ചരിത്ര നിർമ്മിതികളിൽ പ്രധാനപ്പെട്ടതാണ് സെൻറ്റ് ആഞ്ചലോസ് കോട്ട എന്ന കണ്ണൂർ കോട്ട. ത്രികോണാകൃതിയിലുള്ള ഈ കോട്ട വെട്ടുകല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയ്ക്കുള്ളിൽ ഒരു രഹസ്യ തുരങ്കമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലുള്ള ഒരു ചരിത്ര സ്മാരകം കൂടിയാണ്. കോട്ടയ്ക്ക് ചുറ്റും ശക്തമായ കിടങ്ങുകളും തുരങ്കങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ കോട്ടയ്ക്കടുത്തുള്ള മാപ്പിള ബേ തുറമുഖവും ധർമ്മടം തുരത്തും സഞ്ചാരികളെ ആകർഷിക്കുന്നു. നമുക്ക് കോട്ടയ്ക്കുള്ളിൽ അത്യാവശ്യം കണ്ടു തീർക്കാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് നടക്കാനും ഉണ്ട്. പിന്നെ കുറേ പഴയ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണും കൂടിയാണ്. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ. കടലിനോട് ചേർന്നുള്ള ഭാഗമാണ്. നല്ല കാറ്റും വെളിച്ചവുമായിട്ടും ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് കാണാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നേ. കോട്ടയുടെ ചരിത്രം ഇങ്ങനെയാണ്. പോർച്ചുഗീസ് വൈസ്രോയി ഡോൺ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് 1505 കോട്ട നിർമ്മിച്ചത്. 158 വർഷം പോർച്ചുഗീസുകാർ കോട്ട ഭരിച്ചു. പിന്നീട് 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കോട്ട പിടിച്ചെടുത്തു. ചെലവ് കുറയ്ക്കാനായി അവർ കോട്ടയുടെ വലിപ്പം കുറച്ചു. ഏത് മൂവിയുടെ സെറ്റാന്ന് പറഞ്ഞേ? അൻവർ മൂവിയുടെ ഒക്കെ ഒരു സെറ്റായിരുന്നു ഇത്. ലൊക്കേഷൻ ഇത് ശരിക്കും പണ്ടെന്തായിരുന്നു? പുറത്തോട്ടിറങ്ങാം. 110 വർഷം ഡച്ചുകാർ ഈ കോട്ട ഭരിച്ചു. അതിനുശേഷം 1,00,000 രൂപയ്ക്ക് അറയ്ക്കൽ രാജ്യത്തെ അലി രാജയ്ക്ക് ഡച്ചുകാർ ഈ കോട്ട വിറ്റു. പിന്നീട് 1790 ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി. ഇത് മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി മാറി. ഇതാണ് കണ്ണൂർ കോട്ട അല്ലെങ്കിൽ സെൻറ്റ് ഏഞ്ചലോസ് ഫോർട്ടിന്റെ ചരിത്രം. കണ്ണൂർ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ ഒരാൾക്ക് 25 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. അതേസമയം 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫീ ആവശ്യമില്ല. അവർക്ക് എൻട്രി തീർത്തും ഫ്രീ ആണ്.
ഇതിന് മേലെ കൂടെ നടക്കുമ്പോൾ നമ്മൾ കടലിനോട് ചേർന്നുള്ള ഭാഗമാണ്. താഴെ കണ്ടതിലും മനോഹരമാണ് മേലെ വന്ന് കാണുമ്പോൾ ഈ ഒരു കാഴ്ച. ഇവിടുന്ന് നമുക്ക് ചുറ്റുപാട് നല്ല മനോഹരമായുള്ള ദൃശ്യമാണ് കാണാൻ സാധിക്കുന്നത്. നമ്മളിതാ കോട്ടയുടെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കോട്ടയ്ക്കയുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. സോ നല്ല അടിപൊളി ലൊക്കേഷനാണ്. നമുക്ക് വയനാട്ടിൽ നിന്ന് ശരിക്കും ഒരു 3.5 hours ഒരു അത്രയൊക്കെ 3.5 hours ഉള്ളിൽ നമുക്ക് ഈ കണ്ണൂർ കോട്ടയിലോട്ട് യാത്ര വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങി. നിച്ചു ടോമേട്ടൻ ഫോട്ടോ എടുക്കണേ. ഇത് വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ എടുക്കാം. ഇതെന്താ അതെന്താ? ബീച്ച് ഹാർബർ. പിന്നെ ഒരു മിനിറ്റ് നിച്ചു കൂട്ടാ. ഇത് ഹാർബർ അല്ലേ? അവിടെ നിൽക്കേ. ഇറങ്ങിക്കോ. കോട്ടയ്ക്കുള്ളിലെ വിസിറ്റിംഗ് ടൈമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് കേട്ടോ ഇതിൽ പ്രവേശിക്കാനും തിരിച്ചിറങ്ങാനുമുള്ള സമയം എന്ന് പറയുന്നത്. ഇവിടെ ഈ കാണുന്നത് ഈ ഒരു കോട്ടയുടെ ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററിയാണ്. അങ്ങനെ നമ്മൾ കോട്ടയിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. നമ്മൾ പോകുന്നത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ടാണ്. അങ്ങോട്ട് പോ, ഓടരുത്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ താമസിക്കുന്നതിൻ്റെ ബാക്ക് സൈഡാട്ടോ. ഈ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തുള്ളത് കടലാണ്. ഇവിടുന്ന് നല്ല വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. സോ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് ഇപ്പോൾ സൺസെറ്റിൻ്റെ ഒരു സമയമാണ്. അങ്ങോട്ട് ഇറങ്ങിക്കോ. ഇറങ്ങ. കണ്ണൂർ തീരത്തിന് സമാന്തരമായിട്ടാണ് ഈ ഒരു ക്ലിഫ് വാക്ക് വേ കാണപ്പെടുന്നത്. ഇതൊരു നടപ്പാതയാണ്. നല്ല രീതിയിലാണ് ഇത് പരിപാലിക്കപ്പെടുന്നതും. ഇവിടെ കുട്ടികളെ രസിപ്പിക്കുന്നതിനായിട്ടുള്ള കളിസ്ഥലമുണ്ട്. ഈ ഒരു മനോഹരമായ സ്ഥലത്തിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അതിശയകരമായ സൂര്യാസ്തമയ കാഴ്ചയാണ്. ഞങ്ങളുള്ളത് കണ്ണൂർ ഗസ്റ്റ് ഹൗസിലാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇന്നത്തെ നൈറ്റ്. സോ നമ്മുടെ ബാക്കിൽ കണ്ടോ, നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല. നല്ലൊരു അടിപൊളി വ്യൂ ആണ് ഇവിടെ നോക്കുന്നത്. ഇപ്പോൾ സൺസെറ്റിൻ്റെ ടൈമാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ ഒരു 6:30 ടൈമൊക്കെ ആയി. അപ്പം ഞങ്ങൾ സൺസെറ്റ് ആയ ഒരു ടൈമാണ്. അപ്പം ഞങ്ങളിതാ ഇവിടെ ബാക്കിൽ വന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നതാണ്. ബാക്കിൽ കാണുന്നത് അതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ കടൽ. സോ നമ്മളിതൊക്കെ ഇവിടെ നിന്ന് കുറച്ച് നേരം നല്ല ഭയങ്കര കൂൾ ആൻഡ് വെരി റിലാക്സ്ഡ് ഒരു ഫീലാണ്. എല്ലാം നീച്ച് നേരെ നടക്കുക, നേരെ. വാക്വേക്കുള്ളിൽ പ്രവേശിക്കാൻ ചെറിയൊരു ഫീസും കൂടി പേ ചെയ്യണം. നല്ല റിലാക്സ് ചെയ്യാനും പീസ്ഫുൾ ആയിട്ടിരിക്കാനും പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടും കൂടിയാണ്. ആ മരം എങ്ങനെ നിൽക്കുന്ന അടിപൊളിയായി. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം. അങ്ങനെ പുറത്തൊന്ന് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു കുട്ടി വ്ലോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. സീ യു ഓൾ നെക്സ്റ്റ് വ്ലോഗ്.